പാക് അധീന കാശ്മീരിൽ വൻ പ്രതിസന്ധി. POKയുടെ തെരുവുകളിലെങ്ങും ആസാദി മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ്. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളും ചുവരെഴുത്തുകളും പ്രകടനങ്ങളും നടക്കുകയാണ്. ഇതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് അധികാരികൾ അടിച്ചമർത്തുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വലിയ സംഘർഷത്തിന്റെ വക്കിലാണ് പാക് അധീന കാശ്മീർ, പ്രത്യേകിച്ച് മുസഫറാബാദ് പ്രദേശം. അനിയന്ത്രിതമായ വിലക്കയറ്റം, ഉയർന്ന നികുതി, വൈദ്യുതി ക്ഷാമം എന്നിവ രൂക്ഷമായതോടെയാണ് മുസഫറാബാദിൽ ജനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തെരുവിൽ ഇറങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും ഓഫീസുകളും എല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസുകാരനും ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ ജീവനക്കാരുമായും പോലീസുകാരുമായും സമരക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നത്. മുസഫറാബാദിന് പുറമെ മിർപൂർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും സംഘർഷം വ്യാപിച്ചിട്ടുണ്ട്. ജമ്മു ആൻഡ് കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയും വ്യാപാരികളുമാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതോടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്ന അവസ്ഥയിലേക്കെത്തി. വലിയ ഗതാഗതക്കുരുക്കാണ് മേഖലയിൽ എങ്ങുമുള്ളത്. സമാധാനപരമായി സമരം ചെയ്തവർക്ക് നേരെയുള്ള അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ വലിയ സമരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ജമ്മു ആൻഡ് കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അംഗവും മുസഫറാബാദ് ട്രേഡേഴ്സ് അസോസിയേഷൻ ചെയർമാനുമായ സൗകത്ത് നവാസ് മിർ പ്രതികരിച്ചു. അവകാശ സംരക്ഷണത്തിനായി നടക്കുന്ന പോരാട്ടത്തിന് എല്ലാവരും ഇറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് സൗഗത്ത് പുറത്തുവിട്ട വീഡിയോ സന്ദേശം വലിയ തോതിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് മാസത്തിലും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാക് അധീന കശ്മീരിലെ വിവിധയിടങ്ങളിൽ സമരങ്ങൾ നടന്നിരുന്നു. വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രത്തിലെ ഉൽപ്പാദന ചെലവുകൾക്ക് അനുസൃതമായി ആളുകൾക്ക് വൈദ്യുതി നൽകണം. അല്ലാത്തപക്ഷം വൈദ്യുതി ബില്ലിലെ നികുതി നൽകില്ലെന്നും സൗഗത്ത് നവാസ് മിർ ചൂണ്ടിക്കാട്ടി. പാക് അധീന കശ്മീർ ഇന്ത്യയുടേതാണെന്നും ഒരു ശക്തിക്കും അത് തട്ടിയെടുക്കാനാവില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ സ്ഥലത്ത് പാക് അധീന കശ്മീർ അധികാരികൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാക് അധീന കശ്മീർ ഇന്ത്യക്ക് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രഭരണ പ്രദേശമായ കശ്മീരിൽ ഉണ്ടായ പുരോഗതി ബോധ്യപ്പെട്ടിട്ടുള്ള അവിടുത്തുകാർ ഇന്ത്യയിലേക്ക് തിരികെ എത്തണമെന്നുള്ള ആവശ്യമുയർത്തും. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കേൾക്കുന്നുണ്ടെന്നും ദേശീയ വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇപ്പോഴുമാണ്, ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കശ്മീരിൽ സായുധ സേന പ്രത്യേക അധികാര നിയമപ്രകാരം അവിടെ അത്തരത്തിൽ നടപടികൾ ആവശ്യമായി വരില്ല എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പാക് അധീന കശ്മീരിലെ ജനങ്ങളെ പലായനം ചെയ്യാൻ പാകിസ്ഥാൻ നിർബന്ധിതമാക്കുന്നു എന്ന് ജമ്മു കശ്മീർ, ഗിൽജിത്, ബാൾട്ടിസ്ഥാൻ ആൻഡ് ലഡാക്ക് നാഷണൽ ഇക്വാലിറ്റി പാർട്ടി ചെയർമാൻ പ്രൊഫസർ സജ്ജാദ് രാജയും വ്യക്തമാക്കി. POKയിലെ ജനങ്ങളെ രക്ഷിക്കാൻ ഭാരതം തയ്യാറാകണം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കശ്മീരിൽ വന്ന വികസനവും സമാധാനവും മാതൃകാപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മറുവശത്ത് ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണെന്ന് പറഞ്ഞു. പാക് അധീന കാശ്മീരിൽ ആശുപത്രികൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല. അസുഖം വന്നാൽ ചികിത്സിക്കാൻ റാവൽപിണ്ടി, ഇസ്ലാമാബാദ്, ലാഹോർ തുടങ്ങിയ വിദൂര നഗരങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ജനങ്ങൾ സ്വത്തുവകകൾ കിട്ടിയ വിലയ്ക്ക് വിറ്റ് അവിടുന്ന് രക്ഷപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. പ്രദേശങ്ങളുടെ ജനസംഖ്യാഘടനയിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാൻ നടത്തുന്ന ആസൂത്രിത നീക്കമാണിതെന്നും വിഷയത്തിൽ ഇന്ത്യ കാര്യമായി ഇടപെടണമെന്നും സജ്ജാദ് രാജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.